മർക്കോസ് 15:15. പീലാത്തോസ് പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ ഇച്ഛിച്ചു. ബറബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ക്രൂശിക്കുവാനായി പടയാളികൾ വന്നു പിടിച്ചു. പിന്നീട് പീലാത്തോസിൻ്റെ മുൻപിലെത്തിച്ചു. പീലാത്തോസ് യേശുവിനെതിരായി ജനങ്ങൾ ആർത്തു വിളിച്ചപ്പോൾ പല ചോദ്യങ്ങളും യേശുവിനോട് ചോദിച്ചു. യേശു ഒന്നിനും മറുപടി പറഞ്ഞില്ല. ഉത്സവം തോറും ജനം ചോദിക്കുന്ന ഒരു തടവുകാരനെ അവർക്ക് വിട്ടുകൊടുക്കുക പതിവായിരുന്നു. പീലാത്തോസ് ജനത്തോട് ചോദിക്കുകയാണ്, ബറബാസിനെ വിട്ടുകൊടുക്കണോ അതോ യേശുവിനെ വിടണമോ എന്ന്. ജനം ആർത്തു, ബറബാസിനെ വിട്ടുതന്നാൽ മതിയെന്ന്. ബറബാസ് ഒരു കുറ്റവാളിയായിരുന്നു. അത് മുഖാന്തരം തടവിലായ വ്യക്തിയാണ്. ജനം ആർത്തപ്പോൾ കുറ്റവാളിയായ ബറബാസിനെ വിട്ടുകൊടുക്കുകയും കുറ്റമൊന്നും ചെയ്യാത്ത യേശുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിക്കുകയും ചെയ്തു. ലോക വ്യവസ്ഥിതിയെ വളരെ വ്യക്തമായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. സ്ഥാനമാനങ്ങൾ നിലനിർത്താനായും പലവിധമായുള്ള ലാഭങ്ങൾക്ക് വേണ്ടിയുമൊക്കെ പലരും മനുഷ്യരെ പ്രീതിപ്പെടുത്തുകയും അവരെ തൃപ്തിപ്പെടുത്താൻ പലതും ചെയ്യാറുമൊക്കെയുണ്ട്. എന്നാൽ അതൊരിക്കലും നിലനിൽക്കുന്ന ഫലം ഉളവാക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. യേശുവിനെ ക്രൂശിച്ചു, യേശു മരിച്ചു, അടക്കപ്പെട്ടു, എന്നാൽ ഉയർത്തെഴുന്നേറ്റു. പുരുഷാരത്തെ തൃപ്തിപ്പെടുത്തിയ പീലാത്തോസും സ്വതന്ത്രനായ കുറ്റവാളി ബറബാസുമൊക്കെ ലോകത്തിൻ്റെ വഴിയിൽ കൂടി നാശത്തിലേക്ക് പോയി. നമുക്ക് ഒന്നും ആരെയും പ്രീതിപ്പെടുത്താനോ തൃപ്തിപ്പെടുത്താനോ ആയി ചെയ്യാതിരിക്കാം. അതൊക്കെ നമ്മെ പരാജയത്തിലെത്തിക്കും. എന്നാൽ ദൈവത്തെ പ്രീതിപ്പെടുത്തിയാൽ, തൃപ്തിപ്പെടുത്തിയാൽ അത് നമ്മെ നിത്യതയിൽ എത്തിക്കുവാൻ ഇടയായിത്തീരും. ഈ ഭൂമിയിലും നമുക്കതിൻ്റെ നന്മ അനുഭവിക്കുവാൻ ഇടയായിത്തീരും. 1 തെസ്സലോനിക്കർ 2:4 ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു. മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ, തൃപ്തിപ്പെടുത്തുവാൻ നോക്കിയാൽ നാം ദൈവ വഴിയിൽ നിന്ന് മാറിപ്പോകുവാൻ പോലും ഇടയായിത്തീരും. ഗലാത്യർ 1:10 ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല എന്ന് നാം വായിക്കുന്നു. ദൈവത്തെ തൃപ്തിപ്പെടുത്തുമ്പോൾ നാം ലോകവ്യവസ്ഥിതിയിൽ നിന്ന് ദൈവരാജ്യ വ്യവസ്ഥിതിയിലേക്ക് മാറ്റപ്പെടുകയാണ്. അതാണ് നമ്മെ നിത്യതയിൽ എത്തിക്കുന്നത്. ലോകത്തിൻ്റെ വ്യവസ്ഥിതി നമ്മെ നിത്യനാശത്തിലേക്ക് തള്ളിയിടും. 1 കൊരിന്ത്യർ 10:31 പറയുന്നത് പോലെ എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യാം. നാം മനുഷ്യരെ എത്ര തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാലും അവർ നമുക്കെതിരായി തിരിയുന്ന സമയങ്ങൾ വരും, നമ്മെ കൈവിടുന്ന സമയങ്ങൾ വരും. എന്നാൽ യേശു കർത്താവ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നമ്മെ മാറോട് ചേർത്തണച്ചു നിർത്തും. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവരായി മാറാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയുടെ പ്രീതിയെ സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.